ഹലോ ഗായ്സ്, നമുക്ക് ദഹി ബെങ്കൻ ഉണ്ടാക്കിയാലോ? ഇതൊരു ബംഗാളി റെസിപ്പിയാണ്. പേരൊക്കെ നിങ്ങളാരും പേടിക്കണ്ട, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് 2 കത്തിരിക്ക മാത്രം മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ഫസ്റ്റ് നമുക്ക് ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രിഞ്ചാൾ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ബ്രിഞ്ചാൾ കട്ട് ചെയ്തിട്ട് വരാം. നമുക്ക് റൗണ്ടായിട്ട് വേണം ബ്രിഞ്ചാൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രിഞ്ചാളൊക്കെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയാലോ? മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഓരോ ബ്രിഞ്ചാളും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, മസാല തേച്ച്. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ബ്രിഞ്ചാളെല്ലാം മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ തൈര് എടുത്തിട്ടുണ്ട്. തൈര് ഞാൻ ഓൾറെഡി ഒഴിച്ചു, നല്ല കട്ട തൈരായിരുന്നു. ആ കട്ട മൊത്തം കളഞ്ഞിട്ട് വേണം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് കുറച്ച് ഉപ്പിടാം. ഫ്രൈ ചെയ്തിട്ട് വെച്ചുള്ള ബ്രിഞ്ചാൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി തളിക്കാനായിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കായപ്പൊടി, നമ്മൾ കടുക് വറുത്ത് വെച്ചുകൊണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനി ഇളക്കാനൊന്നും പാടില്ല. കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് തുറക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി നോക്കാം. ഇത് തുറന്ന് നോക്കാം. ഇത് മാത്രം മതി നമുക്കിത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. ഞാൻ ഉണ്ടാക്കിയാണ്ട് പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.